കോഴിക്കോട് തൊണ്ടയാട് ബൈക്കിൽ യുവാവിന്റെ അപകട യാത്ര. നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത ബൈക്കിലായിരുന്നു ഈ അപകട യാത്ര. ദൃശ്യങ്ങൾ ലഭ്യമായിട്ടുണ്ട്. നിഖിൽ പ്രമേഷ് വിവരങ്ങൾ നൽകും കോഴിക്കോട്ട് നിന്ന്. നിഖിൽ, ഈ നമ്പർ പ്ലേറ്റ് ഒന്നും ഇല്ലാതെ ഇങ്ങനെ ഇത്രയും ദൂരം ഈ ഇരുചക്ര വാഹനം നിരത്തിലൂടെ ഓടിയിട്ടും ഓടിച്ചിട്ടും ഒരിടത്തൊന്നും ഒരു അന്വേഷണവും ഒരു പരിശോധനയും ഉണ്ടായില്ലേ? ഒരു ചെക്കിങ്ങും ഉണ്ടായിരുന്നില്ലേ? ഈ ദിവസങ്ങളിലൊക്കെ വലിയ പരിശോധന റോഡിൽ നടക്കുന്ന ദിവസങ്ങളായിരുന്നല്ലോ ഈ കഴിഞ്ഞു പോകുന്നത്, ഇന്നടക്കം. ഇതെപ്പോഴായിരുന്നു സംഭവിച്ചത്? വിജയകുമാർ, ഗുഡ് ഈവനിങ്. ഇന്ന് വൈകിട്ട് ഏതാണ്ട് 3 മണിയോട് കൂടിയിട്ടാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഈ ബൈക്ക് യാത്രക്കാരൻ വളരെ സാഹസികമായിക്കൊണ്ട് അല്ലെങ്കിൽ വളരെ അശ്രദ്ധയോടുകൂടി അപകടം വരുത്തി വെക്കുമാറാണ് ഈ തൊണ്ടയാട് പോലെയുള്ള വളരെ പ്രധാനപ്പെട്ട നിരവധി വാഹനങ്ങൾ കടന്നു പോകുന്ന ഒരു പാതയിലൂടെ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അയാൾ വളരെ വേഗത്തിലാണ് പോകുന്നത് എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് അത് മറ്റ് വാഹന യാത്രക്കാർക്ക് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാക്കുന്നു, ആശങ്കയുണ്ടാക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ദൃശ്യങ്ങൾ പകർത്തി നമുക്ക് അയച്ചു തന്നത് തന്നെ ഇയാൾക്ക് തൊട്ടുപുറകിൽ യാത്ര ചെയ്തിരുന്ന മറ്റൊരു യാത്രക്കാരനാണ്. അദ്ദേഹത്തിന്റെ വാഹനത്തെ പോലും അപകടത്തിൽപ്പെടുത്താൻ തക്കവണ്ണമുള്ള രീതിയിലേക്ക് കടത്തിവിട്ടുകൊണ്ടാണ് ഈ ബൈക്ക് കടന്നു പോകുന്നത്. അവർക്ക് തന്നെ അറിയാം കാണിക്കുന്നത് നിയമലംഘനമാണ് എന്നുള്ളതുകൊണ്ട്. അതുകൊണ്ട് തന്നെ ഈ നമ്പർ പ്ലേറ്റ് അടക്കം ഊരി മാറ്റിയാണ് ഇവരുടെ യാത്ര. ഒരു യുവാവും യുവതിയുമാണ് ആ ബൈക്കിൽ ഉണ്ടായിരുന്നത്. പഴയ ഒരു വീഡിയോ ഗെയിമിനെയൊക്കെ അനുസ്മരിപ്പിക്കും വിധത്തിൽ എതിരെയുള്ള ഏതെങ്കിലും ബൈക്ക് സൈഡ് നൽകാതെ പോവുകയാണെങ്കിൽ അതിനെയൊക്കെ ചവിട്ടി മാറ്റിക്കൊണ്ടൊക്കെയാണ് കടന്നു പോകുന്നത്. അങ്ങനെ വളരെ അപകടകരമായ തരത്തിലാണ് ഈ ബൈക്ക് കടന്നു പോകുന്നത്. എന്തായാലും ഏതെങ്കിലും മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ ഈ ബൈക്കിനെയും അതോടൊപ്പം തന്നെ യാത്രികനെയും പിടികൂടിയതായിട്ടുള്ള വിവരം നിലവിൽ നമുക്ക് ലഭ്യമല്ല. എന്തായാലും മോട്ടോർ വാഹന വകുപ്പ് അധികൃതർക്ക് മുന്നിലേക്ക് നമ്മൾ ഈ ദൃശ്യങ്ങൾ വെക്കുകയാണ്. അദ്ദേഹത്തെ കണ്ടെത്താൻ കഴിയുകയാണെങ്കിൽ ക്യാമറയൊക്കെ ഉള്ള കാലമാണ്, അപ്പോൾ സ്വാഭാവികമായിട്ട് കണ്ടെത്താൻ വലിയ പ്രയാസം ഉണ്ടാകില്ല. എന്തായാലും ഇത്തരക്കാർ നിരത്തിലിറങ്ങാൻ പാടില്ല. കാരണം ഒരുപാടധികം ആളുകളുടെ ജീവന് കൂടിയാണ് ഇത്തരത്തിലുള്ള ആളുകൾ കാരണം അത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുക. വിജയകുമാർ, ശരി. നിഖിൽ സൂചിപ്പിച്ചതുപോലെ ആ യാത്രക്കാരന്, ആ ഇരുചക്ര വാഹന യാത്രക്കാരന് പിന്നാലെ വന്ന വാഹനത്തിലുള്ളവർ ആണ് ഈ ദൃശ്യങ്ങൾ നമുക്ക് ശേഖരിച്ച് നൽകിയത്. മോട്ടോർ വാഹന വകുപ്പ് ഇതിൽ തുടർ നടപടികൾ സ്വീകരിക്കും എന്ന് കരുതാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.